ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള ഹൈക്കോടതി എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എറണാകുളത്താണ്. എവിടെയാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? കേരള ഹൈക്കോടതി എവിടെ സ്ഥിതി ചെയ്യുന്നു? എറണാകുളം. കേരള ഹൈക്കോർട്ട് ലൊക്കേറ്റഡ് അറ്റ് എറണാകുളം. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതി നിലവിൽ വന്നതെന്നാണ്? കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം എന്നാണ്? 1956 നവംബർ 1. കേരള ഹൈക്കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1956 നവംബർ 1. 1956 നവംബർ 1 കേരള ഹൈക്കോടതി നിലവിൽ വന്നത്. കേരള ഹൈക്കോടതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽപ്പെടുന്നു? ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽപ്പെടുന്നു? ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽപ്പെടുന്നു. ലക്ഷദ്വീപ് ഈസ് അണ്ടർ കൺട്രോൾ ഓഫ് കേരള ഹൈക്കോർട്ട്. ലക്ഷദ്വീപ് ഈസ് അണ്ടർ കൺട്രോൾ ഓഫ് കേരള ഹൈക്കോർട്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 214 ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 214 ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 214 ഡീൽസ് വിത്ത് ഹൈക്കോർട്ട് ഓഫ് ഈച്ച് സ്റ്റേറ്റ്സ്. ഓരോ ഹൈക്കോടതികളുടെയും ഓരോ സംസ്ഥാനത്തെ ഹൈക്കോടതികളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 214. അതുപോലെ ഹൈക്കോടതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് ഭരണഘടനാ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 226. ഹൈക്കോർട്ട് പ്രൊഡ്യൂസിംഗ് റിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അതുപോലെ ഹൈക്കോടതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് KT കോശിയാണ്. ജസ്റ്റിസ് KT കോശി വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് KT കോശിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് KK ഉഷയാണ്. ജസ്റ്റിസ് KK ഉഷ വാസ് ദ ഫസ്റ്റ് മലയാളി വുമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. ഫസ്റ്റ് മലയാളി വുമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ആരാണ്? അന്ന ചാണ്ടിയാണ്. കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത അന്ന ചാണ്ടി. ഫസ്റ്റ് വുമൻ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട്. ആൻസർ അന്ന ചാണ്ടി. ഫസ്റ്റ് മലയാളി വുമൻ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട്. ആൻസർ എന്താണ്? അന്ന ചാണ്ടിയാണ്. കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയാകുന്ന ആദ്യത്തെ മലയാളി വനിതയും ആര് തന്നെയാണ്? അന്ന ചാണ്ടി തന്നെയാണ്. അന്ന ചാണ്ടി തന്നെയാണ്. അതുപോലെ ഹൈക്കോടതികളെ കുറിച്ച് പറയുമ്പോൾ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. വെച്ചോളുക. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ആശിഷ് ജിതേന്ദ്ര ദേശായി ഇസ് ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു വീഡിയോ സുപ്രീം കോടതിയെ കുറിച്ച് പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ കഴിഞ്ഞില്ല. അതായത് ആർട്ടിക്കിൾ 124 മുതൽ ആർട്ടിക്കിൾ 147 വരെ സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 124 to 147 ഡീൽസ് വിത്ത് സുപ്രീം കോർട്ട്. ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതിയാണ്. കൊൽക്കത്ത ഹൈക്കോർട്ട് ഈസ് ദ ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതിയാണ്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കേട്ടോ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത്.
അതുപോലെ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സ്. റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആൻസർ 62 ഇയേഴ്സ്. 62 വയസ്സാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും വിരമിക്കൽ പ്രായം. അതുപോലെ തന്നെ കേരളത്തിലെ നിയമ സർവകലാശാലയായ ന്യൂവൽസിൻ്റെ ചാൻസലർ ആരാണ്? എപ്പോഴും കേരളത്തിലെ നിയമ സർവകലാശാലയുടെ ചാൻസലർ എപ്പോഴും ആരായിരിക്കും? കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. കേട്ടോ, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ചാൻസലർ ഓഫ് ന്യൂവൽസ് ആൻസർ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഏവർക്കും വീഡിയോ കാണാവുന്നതാണ്, കേട്ടു പഠിക്കാവുന്നതാണ്. നമ്മൾ കേട്ടോ പഠിക്കാവുന്നതാണ്. ഈ പുതിയകാവ് എന്ന് പറയുമ്പോൾ എൻ്റെ അറിവിൽ 4 പുതിയകാവാണുള്ളത്. എൻ്റെ അറിവിൽ വേറെ പുതിയകാവ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പുതിയകാവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞ മാവേലിക്കരയിലുള്ള പുതിയകാവ്. രണ്ടാമതൊരു പുതിയകാവുണ്ട്, കരുനാഗപ്പള്ളി കഴിഞ്ഞ് ഓച്ചിറയിലോട്ട് പോകുമ്പോൾ ഒരു പുതിയകാവുണ്ട്. മൂന്നാമത്തെ ഒരു പുതിയകാവെന്ന് പറഞ്ഞാൽ കിളിമാനൂരിൽ ഒരു പുതിയകാവുണ്ട്. പിന്നെ വേറൊരു പുതിയകാവെന്ന് പറഞ്ഞാൽ കൊല്ലത്തൊരു പുതിയകാവുണ്ട്. അങ്ങനെ എൻ്റെ അറിവിൽ 4 പുതിയകാവാണുള്ളത്. ഈ പുതിയകാവുന്ന സ്ഥലം നമ്മൾ പുതിയകാവുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എല്ലാ പുതിയകാവിലും എന്താണ് ഓരോ ഭദ്രകാളി ക്ഷേത്രങ്ങളും ഉണ്ടായിരിക്കും. കേട്ടോ, ഞാൻ ഈ പറയുന്ന 4 പുതിയകാവുന്ന സ്ഥലത്തും ഓരോ ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ഞാൻ എനിക്ക് ഏറ്റവും പരിചിതമായ പുതിയകാവെന്ന് പറഞ്ഞാൽ മാവേലിക്കരയുള്ള പുതിയകാവാണ്. കേട്ടോ, ഒരാളെന്നോട് ചോദിക്കണ്ടേ ഈ പുതിയകാവ് എവിടെയാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. പുതിയകാവ് മാവേലിക്കരയുള്ള പുതിയകാവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായ പുതിയകാവ്. ബാക്കി ഈ എൻ്റെ അറിവിൽ 4 പുതിയകാവാണുള്ളത്. പിന്നെ വേറെ പുതിയകാവുകൾ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേട്ടോ, വേറെ ആ പോട്ട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണേ. അപ്പോൾ നമ്മൾക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താണെന്ന് അറിയാമോ? നമുക്ക് ജീവിതത്തിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. കേട്ടോ, നമ്മൾ ഏത് കാര്യവും നേടിയെടുക്കാനായിട്ട് ആഗ്രഹമുണ്ടാകുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവണം? അത് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും കൂടി വേണം. പരിശ്രമവും കൂടി ചേരുമ്പോഴാണ് വിജയം. ആഗ്രഹവും പരിശ്രമവും കൂടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ കാര്യം നേടിയെടുക്കുകയാണ്. ഈ ആഗ്രഹവും വേണം, പരിശ്രമവും വേണം. ആഗ്രഹം മസ്റ്റായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കണം? പരിശ്രമം ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹവും പരിശ്രമവും, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു, ചിലപ്പോൾ ആ ഒരു കാര്യം നടന്നില്ല എങ്കിലും ജീവിതമാണ്, ജീവിതത്തെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും കഴിയില്ല. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നീങ്ങിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. കേട്ടോ, നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, നന്മയിലൂടെ പരിശ്രമിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേട്ടോ, നന്മയിലൂടെ പരിശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും അതിനേക്കാളും മനോഹരമായ, നമ്മൾ ആഗ്രഹിച്ചൊരു അപ്പുറം ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ സത്യപ്രപഞ്ചം നമുക്ക് നേടിത്തരുമെന്നാണ്, സത്യപ്രപഞ്ചം നമുക്ക് നൽകും എന്നാണ്. കേട്ടോ, അത് എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യുക? നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക. അത്യാവശ്യം ജീവിതം അധ്വാനിക്കുക. ഒരുപാട് അധ്വാനിക്കാൻ നിങ്ങൾ പറയത്തില്ല, നമ്മൾ അത്യാവശ്യം അധ്വാനിക്കുക. അതുപോലെ തന്നെ നമുക്ക് അധ്വാനിക്കാനൊരു മനസ്സും ഉണ്ടാകണം. കേട്ടോ, അത് വേണം. നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലി ഏതാണോ ആ ജോലിയോട് നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ജോലിയോട് ആത്മാർത്ഥതയില്ല എങ്കിൽ എങ്ങനെയാണ്? ജോലിയുടെ ആത്മാർത്ഥത ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലൈഫ് എന്താവും? വളരെ പ്രയാസമായി പോകും. കേട്ടോ, ജോലിയോട് നമുക്ക് എപ്പോഴും ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഏവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ്, നമ്മൾ കാണുന്ന പ്രവണതയാണ്. ജോലി കിട്ടുന്നതിന് മുമ്പ് ഇന്ന് ഭയങ്കര ബഹളമാണ്. ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. ജോലിക്ക് കയറില്ല ആദ്യത്തെ കുറേ നാളെന്ത് ചെയ്യും? ഭയങ്കര ത്രില്ലായിരിക്കും. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യും? ജോലിയോട് എന്ത് ചെയ്യും? വിരക്തി കാണിക്കും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. കേട്ടോ, ഏത് തൊഴിലായാലും നമ്മൾ അതുപോലെ ചെയ്ത തൊഴിൽ നമ്മൾ എന്ത് ചെയ്യണം? അഗ്രഗണ്യനാവാനായിട്ട് കേട്ടോ ശ്രമിക്കുകയും വേണം. കേട്ടോ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ആഗ്രഹങ്ങൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുക. നല്ല ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ, നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതാണെങ്കിൽ നമുക്ക് മുന്നിൽ എപ്പോഴും ഒരു വാതിൽ തുറന്നു കിടക്കുമെന്നാണ്. അത് എപ്പോഴും മനസ്സിലാക്കണം.
ഒരിക്കലും നമ്മുടെ മുന്നിൽ എല്ലാ വഴികളും അടയുകയില്ല കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു വഴി ഒരു വാതിലുകൾ അടഞ്ഞാൽ 1000 വാതിലുകൾ നമുക്ക് മുന്നിൽ വേറെ തുറക്കപ്പെടുമെന്നാണ് കേട്ടോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ അതിൽ പരം ജീവിതത്തിൽ ഒന്നുമില്ലെന്നാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടും പറയാൻ ഒരുപാട് പറയും. തൽക്കാലം നിർത്തുവാണേ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ എന്തുവരെ കാണുക.